റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അങ്കമാലിയിലുള്ള ഒരു കാർ AC വർക്ക്ഷോപ്പാണ്. ബെൻസ് മോട്ടോഴ്സ്, ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്നീ കമ്പനികളുടെ AC ട്രെയിനിങ് കിട്ടിയ ഒരാളെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെയാണ് ഈ ഷോപ്പ്. അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. അതിനു മുമ്പായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്താൻ ഓർക്കുക. ഇതാണ് നമ്മുടെ അങ്കമാലിയിലെ കോട്ടക് എന്ന കാർ AC സ്ഥാപനം. ഇദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. ഇവിടേക്ക് മാറിയിട്ട് എത്ര നാളുകളായി? ഇവിടേക്ക് വന്നിട്ട് പുതിയ ഷോപ്പിലേക്ക് വന്നിട്ട് ഒരു മാസമായിട്ടുണ്ടാവും. ഇവിടെ ഏതൊക്കെ വണ്ടികളുടെ AC വർക്കുകളാണ് ചെയ്യുന്നത്? ഇവിടെ 4 വീലർ എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നത് നിസാൻ ടിപ്പർ, പിന്നെ പിക്കപ്പ്, പിന്നെ നോൺ AC ബൊലേറോ, അങ്ങനെയുള്ള വണ്ടികൾ. കാറുകളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. 4 വീലേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്രാവലർ. അത്രയാണ് ഇപ്പോൾ ചെയ്യാൻ ഉള്ള സൗകര്യമുള്ളൂ. പിന്നെ വലിയ വണ്ടികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് സ്ഥല സൗകര്യം കുറവാണ്. ഈ പഴയ കാറുകൾ AC ഇല്ലാത്ത വണ്ടികൾക്ക് പുതിയ AC ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഴയ കാറുകൾക്ക് AC ഇല്ലാത്ത ഒരു മോഡൽ വന്നിട്ടുണ്ട്. ബേസ് മോഡൽ വണ്ടികൾക്ക് ഒട്ടുമിക്ക 4 വീലറിനും ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഏതൊക്കെ വണ്ടികൾ? അത് മറ്റേ സാൻഡ്രോ വരുന്നുണ്ട്. പിന്നെ വരുന്നതെല്ലാം ഈ പിക്കപ്പ് അങ്ങനെയുള്ള വണ്ടികളാണ്. പിന്നെ ട്രാവലറുണ്ട്. പിന്നെ നോൺ AC ഫിറ്റഡ് AC വണ്ടികൾ വളരെ റെയറാണ്. ഇപ്പോൾ വരുന്ന വണ്ടികളെല്ലാം AC ഉള്ള വണ്ടികളാണ് തന്നെ. എന്നാലും ബേസ് മോഡൽ എന്ന് പറഞ്ഞിട്ട് 4 വീലർ കുറച്ച് ഇറക്കുന്നുണ്ട്. അതിനകത്ത് എല്ലാത്തിലും നമ്മൾ AC കയറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡിൽ യൂസർ കംപ്രസറിൻ്റെ പരസ്യം കണ്ടു. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? യൂസർ കംപ്രസർ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒട്ടുമിക്കവർക്കിടെയും ഇപ്പോൾ ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്, നമ്മുടെ ഇവിടെ മീഡിയം ക്ലാസ്സുകാരാണ് കൂടുതൽ കാറ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ 20 രൂപയുടെയും 15 രൂപയുടെയും കംപ്രസർ കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പകുതി വിലയ്ക്ക് ഞങ്ങൾ യൂസർ കംപ്രസറുകൾ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുതിയത് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ അതുകൊണ്ടാണ് ആ ആടിനകത്തൊരു യൂസർ കംപ്രസർ എന്നുള്ളത് കൊടുത്തതാണ്. അപ്പോൾ അത് വരണമെന്ന് വെച്ചാൽ ഇൻഷുറൻസുകാരുടെ ഇടിച്ചു പോയ വണ്ടികളുടെയൊക്കെ കംപ്രസറുകൾ, ടോട്ടൽ ലോസ് ആയി പോകുന്ന വണ്ടികളുടെ കംപ്രസറുകൾ, അത് ഞങ്ങൾ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾക്കൊരു 32,000 കംപ്രസറുണ്ട്. അപ്പോൾ ആ കംപ്രസറുകൾ ക്ലീൻ ചെയ്ത് സീൽ മാറ്റി, ഓറിങ് മാറ്റി, ചട്ടുമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കളഞ്ഞിട്ട് യൂസർ കംപ്രസർ ആക്കിയിട്ട് പകുതി വിലക്കി വെക്കുന്നുണ്ട്. AC പൊതുവായിട്ട് വരുന്ന കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണ്? പൊതുവായിട്ട് വരുന്നത് മെയിനായിട്ട് വരുന്നത് എയർ ഫിൽറ്ററാണ്. എയറാണ് നമ്മുടെ മെയിൻ. എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ ക്ലീൻ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എയർ ഫിൽറ്ററാണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ്. പിന്നെ വന്നത് ഒരു 60,000 കിലോമീറ്ററൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കംപ്രസർ കംപ്ലൈൻറ്റ് കാണിക്കാറുണ്ട്. പിന്നെ കംപ്രസർ കൂടുതലും ഓയിൽ പീരിയോഡിക്കലി സർവീസ് കഴിഞ്ഞിട്ടാണ്. ഒരു 40,000 കിലോമീറ്റർ കഴിയുമ്പോൾ അഴിച്ച് സർവീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓയിലും മാറും, ഗ്യാസും മാറും. അപ്പോൾ അങ്ങനെ ഒരു സർവീസ് ചെയ്യാത്ത വണ്ടികൾക്ക് ഓയിൽ ഡ്രൈ ആയി പോയിട്ട് കംപ്രസർ ജാം ആവാറുണ്ട്. അതൊരു കംപ്ലൈൻ്റാണ്. അത് പീരിയോഡിക്കലി സർവീസ് ചെയ്യാഞ്ഞിട്ടാണ് ഈ കംപ്രസർ ജാമായി പോകുന്നത്. ഈ ഫിൽറ്റർ കംപ്ലൈൻറ്റ് ഈ എയറിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. അത് പേപ്പർ ടൈപ്പാണ്. അത് നമുക്ക് മാറ്റിക്കളയാം. ഈ കൂടുതൽ കോസ്റ്റ് വരുന്നത് കംപ്രസർ മാറുന്നതാണ്. കംപ്ലൈൻറ്റ് രണ്ടും ഇതാണ്. ഫിൽറ്റർ ഒന്ന്, കംപ്രസർ ഒന്ന്. കംപ്രസർ എന്ന് പറഞ്ഞ സാധനം AC ഹാർട്ടാണ്. അത് പമ്പ് ചെയ്താലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. എത്ര കിലോമീറ്റർ AC ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം? 10,000 കിലോമീറ്റർ എന്നൊക്കെ ഇപ്പോൾ കമ്പനി പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ അനുസരിച്ച് പൊടി കൂടുതലാണ്. അതുകൊണ്ട് 5,000 മാറി കഴിഞ്ഞാൽ അത്ര നല്ലത്.
ഇന്നത്തെ കാർ AC വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തി ഈ ചാനൽ പ്രോത്സാഹിപ്പിക്കുക.